ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചുമരിൽ കുട്ടികൾ പേനയും പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരച്ചത് എങ്ങനെ കളയാം ഈസി ആയിട്ടെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യണത്. ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരിയും പിന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡും കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് ഇതേപോലെ വരച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഡോറിലായിരുന്നു അപ്ലൈ ചെയ്തത്, പക്ഷേ അത് പോയില്ല, ഡോറിലുള്ളത് പോയില്ല. പക്ഷേ ഈ ചുമരിൽ കാണുന്ന ഇത് പെർമനൻറ്റ് മാർക്കർ കൊണ്ട് വരച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അത് ഫസ്റ്റ് തന്നെ അത് പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ കളറൊക്കെ ഫെയ്ഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പെർമനൻറ്റ് മാർക്കറാണ്, പക്ഷേ അത് ഫുള്ളായിട്ട് പോയി കിട്ടിയിട്ടോ. പക്ഷെ നമ്മൾ നല്ല പ്രഷർ യൂസ് ചെയ്ത് നന്നായിട്ട് ഇത് ഉരയ്ക്കണം. കൈയൊക്കെ വേദനിക്കും, പക്ഷെ അത് ഫുള്ളായിട്ട് ചുമരിൽ നിന്ന് പോയി. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ നനഞ്ഞ ഒരു തുണി വെച്ച് അത് തുണിയോ സ്പോഞ്ചോ എന്തെങ്കിലും യൂസ് ചെയ്ത് ആ ചുമരൊന്ന് 2-3 പ്രാവശ്യം കുറേ പ്രാവശ്യം തുടച്ച് കൊടുക്കേണ്ടി വരും. എന്നാലേ അതിൻ്റെ ഒരു പേസ്റ്റ് അത് ചുമരിൽ നിന്ന് പോവുകയുള്ളൂ. മാർക്കർ, ക്രയോണും പെൻസിലും കൊണ്ട് വരച്ചതും സ്കെച്ച് അങ്ങനത്തെ എല്ലാം നന്നായിട്ട് പോകും. പാട് പോലും ഉണ്ടാവില്ല, ഫുള്ളായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോർമൽ പേന യൂസ് ചെയ്ത് വരച്ചതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. കുറേ ട്രൈ ചെയ്ത് നോക്കി, എത്ര വരച്ചിട്ടും അത് മാത്രം പോകുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വാതിലിൽ മാർക്കർ കൊണ്ട് വരച്ചതും പോകുന്നുണ്ടായിരുന്നില്ല. ഈ ചുമരിൽ വരച്ചതിൽ പെൻസിൽ, ക്രയോൺസ്, സ്കെച്ച്, പെർമനൻറ്റ് മാർക്കർ ആണെങ്കിൽ പോലും അതും എല്ലാം ഫുള്ള് പാടുപോലും ഇല്ലാണ്ട് പോയിട്ടോ. അപ്പോൾ കുട്ടികളുടെ വീട്ടിലൊക്കെ എന്തായാലും ചുമരിൽ എവിടെയെങ്കിലുമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. ചിലർക്ക് ചുമരിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് മായ്ക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഇപ്പോൾ ക്ലീനായി. എന്തായാലും ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.